ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വളരെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് പറയുന്നത് വളരെയധികം വളരെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്റെ എല്ലാ കൂട്ടുകാരും എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്താണ് കാരണം വലിയ രാഷ്ട്രീയ നേതാക്കളും വലിയ മത നേതാക്കളും എന്റെ കാൽക്കൽ വീഴുന്നു, എനിക്ക് അവര് പണം തരുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്കും വലിയ അത്ഭുതമാണ് കേട്ടോ ഇത്. എങ്ങനെയാ ഈ ആൾക്കാരൊക്കെ വന്നിട്ട് എന്റെ കാൽക്കൽ വീഴുന്നത്? എനിക്ക് എങ്ങനെയാ അവര് പണം തരുന്നത്? അത് ഞാനെനിക്ക് എപ്പോഴും എങ്ങനെയാ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു ഉത്തരാണ്, അതിന്റെ സീക്രട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അത് വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ ബലം അല്ലെങ്കിൽ നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി, അതായത് നമ്മുടെ ശക്തിയും ബുദ്ധിയും, അതായത് എന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോ നമുക്ക് ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവത എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതായത് കണ്ടോ, ഈ കാണുന്ന നമ്മുടെ ദുർഗാദേവിയാണ് കേട്ടോ. ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ. അതായത് ഞാന് എപ്പോഴും ദുർഗാദേവിയുടെ കാലിന്റെ ചോട്ടിലാണ് കണ്ടോ. ദുർഗാദേവിയുടെ കാലിതാ ഇത് കണ്ടോ. ദുർഗാദേവിയുടെ കാലിന്റെ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. കാലിന്റെ ചുവട്ടിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവതയായ ദുർഗാദേവിയാണ് എന്റെ തലയ്ക്ക് മുകളിൽ കണ്ടോ. ദുർഗാദേവിയുടെ കാലിതാ ഇത് കണ്ടോ. ഇതാണ് ദുർഗാദേവിയുടെ കാല്. ഇത് കണ്ടോ എന്റെ തല. ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ദുർഗാദേവിയുടെ കാൽച്ചുവട്ടിലാണ്. അതായത് ദുർഗാദേവിയുടെ കാൽച്ചുവട്ടിൽ ഞാൻ എപ്പോഴും ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക്, അതായത് ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവതയായ ദുർഗാദേവിയുടെ കാൽച്ചുവട്ടിൽ ഞാൻ എന്റെ തല വെച്ചിരിക്കുന്നു. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാണാലോ അല്ലെ. ഈ ഒരു എപ്പോഴും ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ദുർഗാദേവിയുടെ കാൽച്ചുവട്ടിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവതയായ ദുർഗാദേവിയുടെ ശക്തിയാലാണ് ഈ വലിയ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ വലിയ മത നേതാക്കളും എന്റെ കാൽക്കൽ വീഴുന്നതും അവർ എനിക്ക് പണം തരുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ശരിക്കും ശരിയായിട്ട് യഥാർത്ഥത്തിൽ അതിന്റെ സത്യം. ഇത് പരമസത്യമാണ്. അതായത് ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവതയായ ദുർഗാദേവിയാണ് ഏത് ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവത. അത് ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അതങ്ങനെയേ വരുള്ളൂ. അത് പണ്ട് മുതലേ നിങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും, ആർക്ക് ശക്തിയും ബുദ്ധിയും കിട്ടുന്നുണ്ടോ അവരൊക്കെ ദുർഗാദേവിയെ നമിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ശക്തിക്കും ബുദ്ധിക്കും, അതായത് ശക്തിക്കും ബുദ്ധിയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ. അതുകൊണ്ടാണ് ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ ഒരു ശക്തിയുടെയും ബുദ്ധിയുടെയും രഹസ്യം കേട്ടോ. ഈ സത്യമാണ് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.